നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് വൃത്തിക്ക് ഈ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റ് സിനിമകൾ സംഭവിക്കാത്ത എന്താണെന്ന് അറിയില്ല. ഒരു സിനിമയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ സിനിമ സംഭവിക്കും എന്നുള്ളതാണ്. സിനിമ ചെയ്തു വാര്യംകുന്നൻ എന്ന സിനിമ ഇപ്പോഴും ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. ഈ സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള വെല്ലുവിളികളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒത്തിരി ഉണ്ടായിരുന്നോ? അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പല സ്ഥലത്തും തടയപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിൽ പറയാൻ നമ്മുടെ കണ്ടന്റുകൾ പറയാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ടോ സംവിധായകൻ എന്ന നിലയിൽ? അങ്ങനെയല്ല, പറയാൻ വിചാരിച്ച സാധനങ്ങൾ നന്നായി വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയിൽ. നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് വൃത്തിക്ക് ഈ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റ് സിനിമകൾ സംഭവിക്കാത്ത എന്താണെന്ന് അറിയില്ല. ഒരു സിനിമയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ സിനിമ സംഭവിക്കും എന്നുള്ളതാണ്. അത് നമ്മളുടെ കോൺഫിഡൻസ് ആണ്, ഒരു സിനിമ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതിനൊപ്പം നിൽക്കുന്ന നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവുക, പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവുക. അപ്പൊ ആ സിനിമ സംഭവിക്കും. ഈ സിനിമ അങ്ങനെ സംഭവിച്ചാണ്. ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ബോധേഡായിട്ടില്ല. ഇനി അത് ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ IFFKയിലും അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡിലും നാഷണൽ അവാർഡിലും ഒക്കെ ഈ സിനിമ തഴയപ്പെട്ട് എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊരു പരാതിയായിട്ട് പറയില്ല. നമ്മൾ ഇന്നവരെ അത് മീഡിയയിലോ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു പരാതിയില്ല അതിൽ.